ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എനിക്കിന്നൊരു ചക്ക കിട്ടി. അതൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കി ഫ്രിഡ്ജിലോട്ട് വെച്ചു. നാളത്തേക്ക് എടുക്കുമ്പോൾ പെട്ടെന്നെടുത്ത് വേവിക്കാമല്ലോ. അങ്ങനെ വൃത്തിയാക്കി ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ട് ഞാൻ വർക്ക് ചെയ്ത് വെച്ചൊരു തുണി ഉണ്ടായിരുന്നു, അത് വെട്ടാനായിട്ട് വന്നിരുന്നു. കുറച്ച് ദിവസമായി ഇത് വെട്ടണമെന്ന് വിചാരിക്കുന്നു, പക്ഷെ നടക്കുന്നില്ല. അപ്പോൾ കൈയുടെ തുണിയൊന്നും തികഞ്ഞില്ല, ലൈനിങ് തുണി. അപ്പോൾ അതെടുക്കാനായിട്ട് ഇനി പാരിപ്പള്ളി സിംലയിലോട്ട് പോകണം. വേറൊരു തുണിയും കൂടെ ഉണ്ട്, അതിന് ലൈനിങ് എടുക്കണം, നൂല് മേടിക്കണം. പിന്നെ ബീഡ്സ് വർക്കിൻ്റെ തുണി ആയതുകൊണ്ട് ഇനി വൺ സൈഡ് പ്രഷർ ഫുട്ട് വാങ്ങാൻ പോകണം. അപ്പോൾ അങ്ങനെ കുറച്ച് പണി അതിനുണ്ട്. പിന്നെ ദേ ഇപ്പോൾ ഒരാൾ വരും കേട്ടോ, ദിലീപ് ഒരു സിനിമയിൽ മുണ്ട് പറിച്ചുകൊണ്ട് ഓടാനായിട്ട് വരില്ലേ, അതുപോലെ എൻ്റെ മോനിപ്പോൾ പറന്ന് വരും. ഇതാണ് അവൻ്റെ സ്ഥിരം ജോലി. ഒന്നീ അവനിങ്ങനെ ഓടിക്കയറും, ഇല്ലെങ്കിൽ അവൻ വണ്ടി എടുത്തുകൊണ്ട് വന്ന് കയറും. അപ്പോൾ തുണിയൊക്കെ വെട്ടി വെച്ചു. അപ്പോഴേക്ക് ഇക്കായൊക്കെ വന്നു. പിന്നെ നമ്മൾ പാരിപ്പള്ളിയിൽ പോകാനായിട്ട് റെഡിയായി. നേരെ വന്നിക്ക ഒരു ആക്രിക്കടയിൽ കയറി. അപ്പോൾ അത് ഇറങ്ങുന്നത് വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു. അവിടെ നിന്ന് ഇറങ്ങി നേരെ പാരിപ്പള്ളി സുമയ്യയിൽ ഞങ്ങൾ കയറി. ഞാനിവിടെയാണ് വന്ന് സൂചി ആയാലും നൂലായാലും മെഷീൻ സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യത്തിനായിട്ട് എല്ലാം ഇവിടെ കിട്ടും കേട്ടോ, ബീഡ്സും എല്ലാം. അപ്പോൾ അവിടെ വന്നാണ് എല്ലാം വാങ്ങുന്നത്. അപ്പോൾ മോൻ അവിടെ കുരുത്തക്കേടൊക്കെ കാണിച്ചിട്ട് നേരെ റോട്ടിലോട്ട് ഇറങ്ങി ഓടി. പിന്നെ ഇക്ക പിടിച്ചുകൊണ്ട് വന്നു, വീണ്ടും കൊണ്ടുവന്ന് കടയിലാക്കി. പിന്നെ ബില്ലൊക്കെ ഇട്ട് അവിടെ നിന്ന് ഇറങ്ങി നേരെ ബേക്കറിയിൽ കയറി. അവിടെ നിന്ന് ഞാൻ ഒരു സാധനം വാങ്ങിച്ചു, അത് ഇതിനിടയിൽ കാണിക്കാം. അങ്ങനെ അവിടെ നിന്ന് നേരെ പാരിപ്പള്ളി സിംലയിലോട്ട് കയറി. അവിടെ നിന്ന് ലൈനിങ് പീസൊക്കെ എടുത്ത് ബില്ലൊക്കെ ഇട്ട് ഇറങ്ങിയപ്പോഴേക്കും മോനിക്കൊരു കൊച്ചു കപ്പ് വാങ്ങാനായിട്ട് കയറി. അപ്പോൾ അവിടെ ഒരു കപ്പ് കിട്ടിയില്ല, പക്ഷെ മോനിക്കുള്ള ഒരു സംഭവം കിട്ടി. അത് വേണമെന്ന് പറഞ്ഞ് കരച്ചിലായിരുന്നു. അപ്പോൾ ഇക്ക അങ്ങനെ വാങ്ങിച്ചൊന്നും കൊടുക്കില്ല, കാരണം അത് നല്ല ശീലമല്ലല്ലോ. അതുകൊണ്ട് പിന്നെ ആദ്യമായിട്ട് കിടന്ന് കരയുന്നല്ലേന്ന് വെച്ചിട്ട് ഒരെണ്ണം വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ ആശാൻ അതിൽ തന്നെ ആയിരുന്നു. അങ്ങനെ അതൊക്കെ വീടെത്തുന്നത് വരെ അതിൽ കളിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ വീട്ടിൽ വന്നപ്പോൾ ബേക്കറിയിൽ നിന്ന് വാങ്ങിച്ച സാധനം ഇതാണ്, ബോളി. അപ്പോൾ പായസം ഉണ്ടായിരുന്നു, ഫ്രിഡ്ജിലിരിപ്പുണ്ടായിരുന്നു. അത് ചൂടാക്കി ബോളിയും ഇക്ക പഴവും കൂട്ടി കഴിച്ചു. ഞാൻ ബോളിയും പായസവും കൂട്ടി കഴിച്ച് മോനിക്കും ഫുഡൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ കിടക്കാൻ കയറി. പിന്നെ മോൻ്റെ കളിയൊക്കെ കുറച്ച് നേരം, അവൻ്റെ കളിയൊക്കെ കഴിഞ്ഞ് അവൻ ഉറങ്ങുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണമല്ലോ. പിന്നെ ഇതാണ് അവൻ മേടിച്ച സാധനം. കാണാൻ നല്ല മൊഞ്ചുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിറ്റേന്ന് ഞാൻ തയ്ക്കാൻ കയറിയപ്പോഴാണ് ഗൈസ് എനിക്ക് പണി കിട്ടിയത്. എൻ്റെ മെഷീൻ സാധാ മെഷീനാണ്, പക്ഷേ അംബർല മെഷീൻ്റെ പ്രഷർ ഫൂട്ടാണ് കിട്ടിയത്. അങ്ങനെ അത് മാറ്റി മേടിക്കാനായിട്ട് ഇക്ക വരുന്നതും കാത്തിരുന്ന് നേരെ ഞങ്ങൾ പാരിപ്പള്ളിയിലോട്ട് പോയി. അവിടെ ചെന്നപ്പോൾ സുമയ്യയിൽ ചെന്നപ്പോൾ അംബർലയുടെ ഇതേ ഉള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ അവിടെ നിന്ന് നേരെ ESAയുടെ അവിടെ പോയി, അവിടെ നിന്ന് കിട്ടി. അപ്പോൾ അതും മേടിച്ച് നേരെ വീട്ടിലോട്ട് പോയി. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ.